അവാർഡുകൾ വാരിക്കൂട്ടിയ നോർത്ത് 24 കാതം എന്ന സിനിമ. അതിൽ ഫഹദ് ഫാസിൽ വേഷമിട്ട ഹരി എന്ന കഥാപാത്രം ഉയർന്ന ജോലിയും വിദ്യാഭ്യാസവുമുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. പക്ഷെ ആളൊരു വൃത്തിരാക്ഷസൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ സഹപ്രവർത്തകർ ഏറെ ബുദ്ധിമുട്ടുന്നു. രശ്മി നായർ നല്ല വിദ്യാഭ്യാസമുള്ള വീട്ടമ്മ. എത്ര നേരം കഴുകിയാലും പാത്രങ്ങൾ വൃത്തിയായി എന്ന് തോന്നുന്നില്ല. കഴുകിയത് തന്നെ വീണ്ടും വീണ്ടും കഴുകുന്നു. വീട്ടുകാർക്ക് ഇവരുടെ ഈ ശീലം വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. പ്രകാശ് കോളേജ് വിദ്യാർത്ഥിയാണ്. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയി. വീട്ടിൽ അവനും അമ്മയും മാത്രമാണ് താമസം. എന്നും രാത്രി കിടക്കും മുമ്പ് വാതിലടച്ചോ, ലൈറ്റ് കെടുത്തിയോ, കുളിമുറിയിലെ ടാപ്പുകൾ പൂട്ടിയോ എന്നെല്ലാം അവൻ ചെക്ക് ചെയ്യാറുണ്ട്. ഒരു ഉറക്കം കഴിഞ്ഞാൽ വീണ്ടും അവൻ എണീറ്റ് പോയി നോക്കും, എല്ലാം ശരിയല്ലേ എന്ന്. ഇങ്ങനെ നേരം വെളുക്കുന്നതിന് മുമ്പ് 3-4 തവണ കൂടി അവൻ എണീറ്റ് പോയി നോക്കും. അമ്മക്ക് മകന്റെ ഈ സ്വഭാവം ഏറെ സങ്കടവും നിരാശയും ഉണ്ടാക്കി. എന്താണ് ഇവരുടെ പ്രശ്നം? അറിവുള്ളവരായിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് ഈ സ്വഭാവം മാറ്റാൻ കഴിയാത്തത്? OCD എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന മാനസികാവസ്ഥയാണ് ഇവിടെ വില്ലൻ. മനസ്സിന്റെ ഒരു പ്രത്യേക തരം പെരുമാറ്റ രീതിയാണിത്. നിസ്സാരമെങ്കിലും അവഗണിച്ചാൽ ആപത്തായി മാറുന്ന ഒരു മനോവൈകല്യം. വീണ്ടും വീണ്ടും നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ചിന്തകളും പ്രവൃത്തികളുമാണ് OCDയുടെ പ്രത്യേകത. ചിന്തകളുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഒരേ ചിന്തകൾ തന്നെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ചു തള്ളി കയറി വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ഒബ്സഷൻ. ഇങ്ങനെ അനിയന്ത്രിതമായി ഉണ്ടാകുന്ന ഒബ്സഷൻ അനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്ന പ്രവൃത്തികളാണ് കമ്പൽഷൻ. കാലക്രമേണ ചിന്തയും പ്രവൃത്തിയും കൂടിക്കൂടി വരും. അങ്ങനെ ദിവസത്തിൽ ഒരുപാട് സമയം അതിനായി നാം ചെലവഴിക്കാൻ തുടങ്ങും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാം അസ്വസ്ഥരാവുകയും പതിയെ അക്രമാസക്തരായി മാറുകയും ചെയ്യും. ഈ അവസ്ഥ നമ്മുടെ ജീവിതം മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതം കൂടി ഏറെ ബുദ്ധിമുട്ടിലാക്കും. രോഗിയുടെ ഈ അവസ്ഥ മനസ്സിലാക്കാതെയുള്ള വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിമർശനങ്ങളും കളിയാക്കലുകളും രോഗിയെ വേദനിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതോടെ രോഗി നിരാശനാവുകയും ഉൾവലിയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ആൻസൈറ്റി, ഡിപ്രഷൻ എന്നിവ വർദ്ധിക്കുന്നതോടെ രോഗിയുടെ ജീവിതം കടുത്ത ദുരിതത്തിലാവുന്നു. ഈ സന്ദർഭത്തിൽ രോഗിക്ക് കൗൺസിലിങ്ങോ തെറാപ്പിയോ അനിവാര്യമാവുന്നു. രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കി സമാധാനിപ്പിക്കാനും ആശ്വാസവാക്കുകൾ പറഞ്ഞ് ടെൻഷൻ കുറക്കാനും കുടുംബാംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് രോഗി മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്നവർ മനസ്സിലാക്കണം. OCDക്ക് യാത്രകൾ പരിഹാര മാർഗമാണ്. രോഗിയെ വീട്ടിൽ അടച്ചിരിക്കാൻ അനുവദിക്കാതെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കുടുംബം തയ്യാറാവണം. അങ്ങനെ നിരന്തരമായ യാത്രയിലൂടെ OCDയോട് യാത്ര പറയാൻ രോഗിയെ പ്രാപ്തനാക്കാൻ അവർക്ക് കഴിയും. ജനിതകമായ പ്രത്യേകതകൾ കൊണ്ട് തലച്ചോറിന്റെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന CSTC സർക്യൂട്ടിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളാണ് OCDക്ക് കാരണം. അതുകൊണ്ട് തന്നെ ഇത് പരിപൂർണമായി ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയില്ല. മരുന്നുകളും കൗൺസിലിങ്ങും തെറാപ്പികളും കൊണ്ട് നിയന്ത്രിച്ചു നിർത്താനേ സാധിക്കൂ. എങ്കിലും OCD ഒരടഞ്ഞ വാതിലല്ല. മനസ്സുണ്ടോ, മാർഗവുമുണ്ട്. അത് മനസ്സിന്റെ കാര്യത്തിലായാലും ശരി. ആത്മനിർദ്ദേശം അല്ലെങ്കിൽ സെൽഫ് സജഷൻ കൊണ്ട് ഒരു പരിധി വരെ രോഗിക്ക് തന്നെ ഇത് മാറ്റിയെടുക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അത് നിയന്ത്രിക്കാനെങ്കിലും കഴിയും. മുള്ളുകൊണ്ടെടുക്കണമെന്ന് പണ്ടുള്ളവർ പറയാറില്ലേ? അതുപോലെ മനസ്സിന്റെ തകരാറ് മനസ്സുകൊണ്ട് തന്നെ തീർക്കണം.